ഇന്ന് ഞങ്ങൾ ഒരു താറാവ് മപ്പാസ് വെക്കാൻ പോവാം. ഒരു കുട്ടനാടൻ സ്റ്റൈലിലാണെന്ന് വെക്കുന്നത്. ഇത് നമ്മുടെ കുട്ടനാടൻ താറാവ് തന്നെയാണ്. കാരണം കുട്ടനാടൻ സ്റ്റൈലിൽ തന്നെ വെക്കുകയാണ് മപ്പാസ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തുള്ളതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാമേ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമുക്കിതൊന്ന് വഴറ്റാം. ഒരു ചുവപ്പ് നിറമാകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റാം. ആ സമയം കൊണ്ട് നമുക്ക് ചുമന്നുള്ളി അരിഞ്ഞത് ഇവിടെ വെച്ചൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ പച്ചമുളകും ഉണ്ടേ. നല്ല ചുമപ്പ് നിറമാകണം. നല്ല നിറം വരണോ? കുറച്ചും കൂടെ ഒന്ന് ചുമക്കണം. ഇല്ലെങ്കിലാണെങ്കിൽ ഒരു പച്ചമണം കിട്ടും. വെളുത്തുള്ളി ഒന്നായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി ഒന്ന് തീ കുറച്ചിടാമേ. അതിലോട്ട് മല്ലിപ്പൊടി ഇടണം. പിന്നെ ഇത് പെരുംജീരകപ്പൊടി ഇടണം. ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറണം. മഞ്ഞൾപ്പൊടി ഇരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. കറിവേപ്പില, ഇതിനൊക്കെ ഇച്ചിരി കുരുമുളക് പൊടി ഇടണം. ഇതിനകത്തെ കുരുമുളക് പൊടിയുടെയാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ സ്വാദ് നിൽക്കുന്നത്. കുരുമുളക് പൊടി ഇട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് വഴറ്റണം. ഇനി നമ്മൾ ഇതിനകത്തോട്ടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളയ്ക്കണം. ഉള്ളി മൂത്തൊന്ന് നോക്കണേ. ഒരു സൈഡ് കിടന്ന് കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഇളക്കിയതേ ഉള്ളൂ. അതെന്തോ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഇപ്പോൾ ഉള്ളിയെ വാടി വന്നിട്ടുണ്ട്. നമുക്കിത് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി എന്തോ എൻ്റെ പരിപാടി? അപ്പോൾ ഇത് തിളച്ചെനി ഇതിനകത്തോട്ട് നമുക്ക് ഈ താറാവ് ഇങ്ങനെ ഇടണം. ഇത് നല്ലോണം കിടന്ന് വേകട്ടെ. ഈ കിഴങ്ങും കൂടെ ഇടാം. ഈ ഉള്ളിയും കൂടെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ടങ്ങ് ചേർക്കാം. അപ്പോൾ ഇത് വിട്ടിരുന്ന് പതുക്കെ വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ആ തേങ്ങാപ്പാൽ എടുക്കാം. എത്ര തേങ്ങാപ്പാൽ വേണം? 1 2 ഇത് നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. ഇതെത്ര 1 കിലോ അല്ലേ? 1 കിലോ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ എല്ലാം പോയി കഴിയുമ്പോഴത്തേക്കിന് ഒരു 3/4 കിലോയേ ഉള്ളൂല്ലേ? എത്രയൊന്നും കാണത്തില്ല. ഒരു താറാവ്, കൊച്ചു താറാവല്ലേ? കുട്ടനാടൻ താറാവ് ചെറുതല്ലേ? 3/4 കിലോയേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാലെടുക്കാം. ഒരെണ്ണത്തിൻ്റെ മതിയായിരിക്കും ഒരു തേങ്ങയുടെ. ഇത് നമുക്ക് 1-ാം പാലാണ്. അതോ ഇത് 2-ാം പാല്. 2-ാം പാല് നമ്മൾ ആദ്യം ചേർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-ാം പാല് ചേർക്കണം. ഇത് 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് തിളയ്ക്കാനും ഒന്നും നിൽക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അല്ലെ പിരിഞ്ഞു പോകും. ഇതിപ്പോൾ ദേ വെള്ളം കുറച്ച് പറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ ഇതിൻ്റെ നിറം കണ്ടോ? അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഇനിയിപ്പം 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാൽ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇത് വറ്റണ്ടേ കുറച്ചുകൂടെ. ഇത് കിടന്നൊന്ന് പിടിക്കണം. ഇത് ഇരിക്കും തോറും നമ്മൾ കുറുകത്തേ ഉള്ളൂ. കാരണം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാലേ ഇത് ഇരിക്കും തോറും അങ്ങ് കുറുവും. ഈ ഒരു പരുവത്തിനായി 2-ാം പാൽ ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിനായി. നമ്മൾ ഒത്തിരി അങ്ങ് വെള്ളം വറ്റിച്ചാലുണ്ടല്ലോ ഇതിരുന്ന് കുറുകും. അപ്പം നമുക്ക് ഇനിയിപ്പോൾ 1-ാം പാൽ ഇതിനകത്തോട്ട് ഒഴിക്കാം. വട്ടത്തെ കറക്കി ഇതിനകത്ത് ഒട്ടും മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. പച്ചമുളക് ഉണ്ടല്ലേ? പച്ചമുളക് മുളക് പൊടി ചേർത്തിട്ടില്ല. പച്ചമുളകും കുരുമുളക് പൊടി മാത്രമേ ചേർക്കാവൂ. ഇത് ഒന്ന് പതുക്കെ വന്നിരുന്ന് ചൂടാവട്ടെ. അപ്പോൾ അതേ 1-ാം പാലൊക്കെ ഒഴിച്ചു. ഇപ്പം ആയിട്ടുണ്ട്. ഒത്തിരി തിളക്കണ്ട. ഈ ഒരു പരുവത്തിന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ നിർത്താം. എന്നിട്ട് ഇനി എന്തോ അടുത്തതുള്ള അതിനകത്ത് ചേർക്കാൻ? അതിനകത്ത് ഇനി
പക്ഷെ മല്ലിയില മേളിലൊന്ന് ധാനിക്കണം അല്ലേ? മല്ലിയിലയുടെ മണം ഭയങ്കര ടേസ്റ്റായിരിക്കും. ഈ താറാവിനുള്ള ഒരു മണമുണ്ടല്ലോ, ആ മണം. താറാവ് മപ്പാസ് റെഡിയായി അല്ലേ? ഓക്കെ, എന്നാൽ അടച്ചു വെക്കാം. ഇങ്ങനെ പകുതിയേ. നമ്മുടെ താറാവ് മപ്പാസ റെഡി ആയിട്ടുണ്ടേ. അപ്പം ഞങ്ങളിനിയും ചോറുണ്ണാൻ പോവാം. പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളിതേ പുളിശ്ശേരി, പിന്നെ കൂമ്പ് കിട്ടിയായിരുന്നു, അത് തോരനും വെച്ചു. കൂമ്പ് തോരൻ നല്ലതല്ലേ അല്ലേ? ഒഴിക്കട്ടെ. ഇങ്ങോട്ട്. അപ്പം നമ്മൾ കഴിച്ച് നോക്കിയിട്ട് പറയാം. കുഴിയെക്കാട്ടിലും നല്ലത് ഇതായില്ലേ? താറാവ് എല്ലാ അസുഖക്കാർക്കും കഴിക്കാവുന്ന അതെ, ഒരു നോൺ വെജ് താറാവാണ്. താറാവിന് തണുപ്പാണ്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പറാണ്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.